എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സൂര്യനാരായണൻ അപർണയോടും പ്രഭാവതിയോടും പറയാണ്, എന്താണെങ്കിലും ചേരേണ്ട ബന്ധം തന്നെയാണ് ചേർന്നിരിക്കുന്നത്. അവസാനം ദേവി അങ്ങനെ അപർണനെ അമലേനെയും തമ്മിൽ ഒന്നിപ്പിച്ചു. അപ്പം വിശ്വനാഥനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്താനുണ്ടെന്ന്. അപ്പൊ വിശ്വനാഥൻ അത് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് തന്നെ ആ പൂജകളും വഴിപാടുകളൊക്കെ നമുക്ക് നടത്തിയേക്കാം. ക്ഷേത്രത്തില് ഇന്ന് വൈകുന്നേരം പൂജകളും വഴിപാടുകളും ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സൂര്യ പറഞ്ഞു, അതെ പ്രഭാവതി എല്ലാവരോടും പറഞ്ഞേക്കണം ഈ പൂജയിൽ പങ്കെടുക്കണമെന്നുള്ള. അറിയാലോ, എല്ലാവരും നിർബന്ധമായിട്ട് പൂജയിൽ പങ്കെടുത്തിരിക്കണമെന്ന് പറയാം. പിന്നീട് സൂര്യ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ജാനകിക്ക് വല്ലാത്ത സങ്കടം വന്നു. ജാനകി സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാണ്. കാരണം താൻ കൊണ്ടേ കൊടുത്ത ചായ കുടിച്ചിട്ടില്ല അച്ഛൻ. അപർണ കൊണ്ടേ കൊടുത്ത ചായയാണ് കുടിച്ചിരിക്കുന്നത്. ആ ഒരു വിഷമം ജാനകിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ സമയം അപർണ ചില കണക്കുകൂട്ടലുകളൊക്കെ മനസ്സിൽ നടത്തുകയാണ്. കൊള്ളാം, ഈ പൂജയുടെ സമയത്ത് തന്നെ അബിക്കിട്ടും ജാനകിട്ടും 8ന്റെ പണി തന്നെ കൊടുക്കണം. ഈ അപർണയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ജാനകി അങ്ങോട്ട് മാറിപ്പോയെന്ന് സങ്കടപ്പെട്ട് കരയുമായിരുന്നു. ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപർണ വന്ന് കയറി ഉടനെ അച്ഛൻ തന്നെ ചീത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ അങ്ങോട്ട് ചെല്ലുവാണ്. ജാനകി പെട്ടെന്ന് ചോദിച്ചു, അപർണ നീ എന്താ ഇവിടെന്ന് ചോദിക്കാം. അതാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ള, നീ എന്താ മാറി നിൽക്കുന്നേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന വ്യക്തിയല്ലേ നീ, പിന്നെ എന്ത് പറ്റി മാറി നിന്ന് കരഞ്ഞോണ്ടിരിക്കണേ? ഓ മനസ്സിലായി. എനിക്കിട്ട് ഒരു പണി തന്നതിന് തിരികെ പണി കിട്ടിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അച്ഛൻ ഞാൻ കൊണ്ടേ കൊടുത്ത് ചായ കുടിക്കാത്തതാണെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നീ ചായ കൊണ്ടേ കൊടുത്തല്ലോ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നോട് പിണങ്ങാറൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും അച്ഛൻ എന്നോട് പിണങ്ങിയിരിക്കാനും പറ്റില്ല. ആ പിണക്കമൊക്കെ അച്ഛനെ മാറിക്കോളൂ എന്ന് പറയാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, നിനക്കൊരു വിചാരമുണ്ട്, നീയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുള്ളത്. അതെ, അതിനി അധികം ആയുസ് ഉണ്ടാവില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരുത്തിനെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചോളാ നീ, അറിയാലോ. അമലിനെ അന്നത്തോടു കൂടി എന്റെ ജീവിതം തീർന്ന. ഇത് കേട്ടതും ജാനകിക്ക് നല്ല ദേഷ്യം വന്നു. ജാനകി പറഞ്ഞു, അമലിന്റെ ഒരു ആലോചനയല്ലേ കൊണ്ടുവന്നുള്ളൂ. നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പോടായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. നിന്റെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളാന്ന് എനിക്കറിയാം പറഞ്ഞേ. ഇനിയിപ്പം ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പോലും എനിക്കിപ്പം നല്ല വ്യക്തമാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നീ എത്രയൊക്കെ ഇവിടെ കിടന്ന് തലയും കുത്തി എന്ന് പറഞ്ഞാലും ഈ അളകാപുരീനെ ഇല്ലാതാക്കാണ്ട് നിനക്ക് കഴിയില്ലെന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് തിരിയുവാണ്. ഈ സമയം അപർണ പറഞ്ഞു, അവിടെ നിന്നെ ഒരു കാര്യം പറയട്ടെ എന്ന് പറയാം. നീയായിട്ടാ എന്റെ തലയിലേക്ക് അമലിനെ കെട്ടിവെച്ചേ. പക്ഷേങ്കില് അവൻ ഈ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവായിട്ട് കൂട്ടാക്കുന്നില്ല. കാരണം പിള്ളേരുടെ കൂടെ കളിച്ചടക്കുന്ന അവനെ എന്റെ ഭർത്താവായിട്ട് ഞാൻ കാണണമല്ലേ. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനും കാരണക്കാരൻ നീയാ. കണ്ടു, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലൂന്ന് പറയണം. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജാനകി അങ്ങോട്ട് പെട്ടെന്ന് പോവുക ചെയ്തേ. ജാനകിക്ക് അറിയാം അപർണയോട് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന്. ഈ സമയം അബിയുടെ അടുത്ത് പൊന്നു വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. പൊന്നു കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുന്ന സമയത്ത് അബിയോട് ചോദിച്ചു, അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ. എന്താ? മുത്തശ്ശിക്ക് നമ്മളെ ഇഷ്ടമില്ലല്ലേന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അച്ഛനും അമ്മയും നമ്മളെയൊക്കെ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാണ്. ഈ സമയം ജാനകി അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് അബി പറഞ്ഞു, അത് പൊന്നുവിന് തോന്നുന്നാന്ന് പറയണ. നമ്മൾ സ്നേഹമുള്ളവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം പൊന്നു കേട്ടിട്ടില്ലേ, അത് സ്നേഹം കൂടുതലുണ്ടാന്ന് പറയണ. അല്ല, എനിക്കറിയാം. എപ്പം നോക്കിയാലും അമ്മേനെ മുത്തശ്ശി ചീത്ത പറയുമെന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് ജാനകി കുടിച്ചു, പൊന്നു അങ്ങോട്ട് ചെന്നേ. പൊന്നുവിനെ അവിടെ ആണ്ട് ചെറിയ അന്വേഷിക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ പറയാണ്. പൊന്നുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് ജാനകി വെറുതെ പൊന്നുവിന്റെ മനസ്സിൽ വരെ പല ചിന്തകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അബി പറഞ്ഞു, ശരിയാ മുത്തശ്ശി അങ്ങനെയൊക്കെയല്ല എല്ലാവരും മുന്നിൽ വെച്ച് പെരുമാറുന്നേ. അത് കുഞ്ഞിന്റെ മനസ്സിലേക്കും കടന്നിട്ടുണ്ടെന്ന് പറയണം. ജാനകി പറഞ്ഞു, അതൊക്കെ എനിക്ക് സഹിക്കാം. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. അച്ഛൻ എന്നോട് വളരെ കടുത്ത രീതിയിൽ ഇപ്പൊ പെരുമാറുന്നു പറയണേ. എന്ത് പറ്റി? ഞാൻ കൊണ്ടേ കൊടുത്ത ചായ പോലും കുടിച്ചില്ല. പക്ഷെങ്കില് അപർണ കൊണ്ടേ കൊടുത്ത ചായ കുടിച്ചു. എനിക്കത് വല്ലാത്ത വിഷമമായി. ഈ വീട്ടിലേക്ക് വന്ന കാലം മുതല് ഞാൻ എല്ലാരും കാണുന്നതല്ലേ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് മനസ്സിന് വിഷമമായി. അതാണോ കാര്യം? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. അച്ഛന് അധിക ദിവസം ഒന്നും നിന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. അതിപ്പോ ആരെക്കാളും കൂടുതലായിട്ട് നിനക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കാം. എനിക്കറിയാം അബിയേട്ട, എന്നാലും ഒരെന്നാലും ഇല്ല. നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം.
പിന്നീട് അപർണ നേരെ മുറിയിലേക്ക് കയറി വരുമ്പോ അമൽ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, സെറ്റിയെ കിടന്ന്. ഇവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കം, ഓ ഭ്രാന്തെടുക്കുന്നു. അങ്ങനെ ഉള്ള ചായയൊക്കെ ആയിട്ടാ വരുന്നത്. പിന്നീട് അമലിനെ വിളിക്കുകയാണ്, എടാ എഴുന്നേക്കടാന്ന് പറയണം. അമല് നോക്കിക്കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അപർണ നിൽക്കുന്നു. ആഹാ, എനിക്ക് വേണ്ടി ചായയും കൊണ്ട് വന്നായിരിക്കും അല്ലേ, കൊള്ളാം. ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്ന ഭാര്യ സൂപ്പറായിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് അപർണ പറഞ്ഞു, ഓ നിന്റെ ജാനിയടുത്തെ പോലെ എല്ലാവരും എഴുന്നേക്കെന്ന് നോക്കിയിരിക്കും, പിന്നീട് ഓരോരുത്തർക്കും ഉള്ള കോഫി ആയിട്ട് വരും, അതല്ലേ നിന്റെ മനസ്സിലെ ഉദ്ദേശം. എന്താണെങ്കിലും ആ മനസ്സിലുള്ള ഉദ്ദേശമൊക്കെ നല്ലതാ അമലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ജാനകിയല്ല ഞാൻ അപർണയാ എന്നും പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് കയറി ഇരുന്നിട്ട് കാലുമേ കാലും കയറ്റി വെച്ച് ആ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കല്ലായിരുന്നോ ചായ? നിനക്ക് ആര് ചായ കൊണ്ട തരൂടാ? നിനക്ക് ചായ കൊണ്ട തരണമെങ്കിൽ ഞാൻ രണ്ടാമതും ജനിക്കണം. അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മോനെ അമലെ, നീ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കളഞ്ഞേക്കാൻ പറയാ. അമല് പറഞ്ഞ, അല്ലേലും എനിക്കൊക്കെ ചായ കൊണ്ട തരാനുള്ള യോഗവും നിനക്കല്ലേടിന്ന് പറയാ. നിന്റെ വീട്ടില് മിക്കവാറും നിന്റെ അച്ഛനായിരിക്കൂല്ലേ നിന്റെ അമ്മയ്ക്കും നിനക്കും ഒക്കെ വെച്ചു വിളമ്പി തരുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒന്ന് പിളുങ്ങിപ്പോയി അപർണ. പക്ഷെ അവള് വിട്ടുകൊടുക്കാൻ ഒരുക്കുമല്ലായിരുന്നു. എടാ, എന്റെ അച്ഛന എന്റെ വീട്ടിലൊരു വിലയുണ്ട്, എന്താണെന്നറിയോ? എന്റെ അച്ഛനൊരു കമ്പനിയുടെ ചെയർമാനാ, 10-100 തൊഴിലാളികളും ഉണ്ട്. പക്ഷെ നീയോ, നീ വേറെ കുട്ടികളോട് കളിച്ച് ഇവിടെ അടുക്കള ജോലിയും ചെയ്ത് കേക്ക് ഉണ്ടാക്കി നടക്കുന്ന നിനക്ക് ആര് വില തരാനാടാ? നിനക്ക് ആര് ചായ കൊണ്ടു തരാനാ? ഞാൻ ചായ കൊണ്ടു തരുന്നൊരു മോഹം നിനക്ക് വേണ്ടെന്ന് പറയാ. അല്ലെങ്കിൽ ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ ചായ കുടിച്ചോ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് വീണ്ടും സെറ്റിയിലേക്ക് കിടക്കുക. കണ്ടത് അപർണയ്ക്ക് ദേഷ്യം വന്നു. ഇവന്റെ ഒരു ഉറക്കം, ദേ എഴുന്നേറ്റ് പോടാ, അല്ല നിന്റെ തല വഴിയാൻ ചായ ഒഴിക്കുമെന്ന് പറയാം. ഇത് കേട്ട അമലിന് തോന്നി, ഇവള് പറയേ മാത്രമല്ല ചിലപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അമല് പതുക്കെ എഴുന്നേറ്റ് ഇപ്പൊ എസ്കേപ്പ് ആവുന്ന നല്ലതെന്ന് ഓർത്ത് അങ്ങോട്ട് പോവാണ്. ഈ സമയം അപർണ മനസ്സിൽ പറഞ്ഞു, നിന്നെ ഞാൻ വൃത്തത്തിന് വേണ്ടി വരച്ചു വെച്ചിട്ടുണ്ടാ, ആ വൃത്തത്തിന്റെ പുറത്തേക്ക് കിടക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഈ അപർണയോടെ നിന്റെ കളി ഞാൻ കാണിച്ചു തരാന്ന് പറയണം. പിന്നീട് അബിയും സൂര്യനാരായണനും സംസാരിച്ചുകൊണ്ടിരിക്കണം, ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബി സൂര്യയോട് പറഞ്ഞു, അതെ അച്ഛാ, അമലിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? നാളെ അവന് കമ്പനിയുടെ CEO ആകാനുള്ളതല്ലേന്ന് ചോദിക്കാം. എന്തിന്? അവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നീ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി എന്ന് പറയാം. അല്ലച്ചാ, അവരുമായിട്ട് ആ കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോഴേ അറിയാലോ, അതൊന്നും കുഴപ്പമില്ല, നീ എല്ലാം കൈകാര്യം ചെയ്താൽ മതി. ഇതെല്ലാം അപർണ കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, അമലിനെ കൂടെ ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തണം. പിന്നീട് അപർണ അമലിനെ തേടിയും കൂടി ചെല്ലുവാണ്. ഈ സമയം പൊന്നുവിനെ സൈക്കിളിൽ ഒന്നിക്കൊണ്ട് അമല് നടക്കുന്നുണ്ട്. ഓ, ഇവനെതിരായിട്ടും കുട്ടിക്കളി മാറിയിട്ടില്ല. എന്റെ ദൈവമേ, ഇതുപോലൊരു കോന്തനെയാണല്ലോ തനിക്ക് കിട്ടിയത് എന്ന് മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് അമലിനോട് എന്നിട്ട് പറഞ്ഞു, അമലെ നീ അങ്ങോട്ട് വന്നേന്ന് പറയണേ. എങ്ങോട്ട്? ഇങ്ങോട്ട് വാ, നിന്നോട് എനിക്ക് കാര്യം പറയാനുണ്ടെന്ന് പറയണേ. അങ്ങനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെ കൊച്ചിനെ കളിപ്പിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവിടെ അഭിയേട്ടനും അച്ഛനും കൂടെ ആണ്ട് ബിസിനസ്സിനെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക, അതിന് അവര് സംസാരിക്കട്ടെ, എനിക്ക് എന്താ കാര്യം? എടാ മരമണ്ട, നീ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ കയറി ചെല്ലണമെന്ന് പറയാം. എന്തിന്? അവര് സംസാരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ നീ CEO പദവി അലങ്കരിക്കാനുള്ളതല്ലേന്ന് ചോദിക്കും. പിന്നെ ഒരു CEO, അത് നീയായിട്ട് പറഞ്ഞു മേടിച്ച പോസ്റ്റല്ലേ, ഒരു കാരണവശാലും ഞാൻ ആ പോസ്റ്റ് കയറി ഇരിക്കാൻ പോണില്ലെന്ന് പറയാം. ഓഹോ, എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് നീ മനസ്സിലൊരു കാര്യം കുറിച്ചിട്ടോ. നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടുക്കളക്കാരനായിട്ട് നിൽക്കാനാണെങ്കിൽ ഒരു കാലത്ത് നിന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്റെ ഭർത്താവാണെങ്കിൽ മിനിമം കുറെ യോഗ്യതകളൊക്കെ വേണം. അല്ലാതെ ചുമ്മാ വീട്ടുജോലി എടുത്തിരിക്കുന്നവനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണം. നീ നിന്റെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം കൂടെ താർത്തോണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അറിയാലോ, ഉറപ്പായിട്ട് നമ്മൾ പിന്നെ നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഇത് ഈ അപർണയെ പറയണേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അമലിന് തോന്നി ഇനിയിപ്പൊ പോകാതിരിക്കണ്ട, പോകാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം തമ്പി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. തമ്പിയുടെ ഈ സന്തോഷം കണ്ടപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്താ ഇത്രമാത്രം സന്തോഷിക്കുന്നത്? ഇടയിന്ന് പൂജകളൊക്കെ നടക്കുമല്ലേ, അതിന് അമലും അപർണയും തമ്മിലുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടി പൂജകൾ നടത്തുന്നേ. ഇത് കേട്ടതും അപർണയുടെ മമ്മി പറഞ്ഞു, എന്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമലിനെ, നല്ല സ്വഭാവമുള്ള. പിന്നെ തമ്പിയേട്ടനും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. ഞാൻ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണമുണ്ടേ. കാരണം അജയ് ആണെങ്കിൽ അവൻ വക്കീലാൻ പഠിച്ചവനാ, അവന് കുരുട്ടുബുദ്ധിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അമൽ എന്ന് പറയുമ്പോ ഇതൊന്നും അറിയാത്തവനാ, നിഷ്കളങ്കനാ. കാരണം ഒരു കമ്പനിയുടെ CEO ആയിരുന്നാലും അവൻ അവിടെ ഇരിക്കത്തുള്ളൂ, കാര്യങ്ങളൊക്കെ നമ്മുടെ അപർണമോള് നോക്കിക്കോളും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അപർണമോൾക്കറിയാം. പക്ഷെ അജയ് ആണെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടും അജയനേക്കാളും യോഗ്യൻ അമലാന്ന് പറഞ്ഞത്. എന്റെ ഉദ്ദേശങ്ങളൊക്കെ നടക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടതും അപർണയുടെ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പൂജകളും വഴിപാടുകളും നടത്തുന്നത്. പിന്നെ നല്ലൊരു ജീവിതം
നമ്മുടെ മോൾക്ക് അവനുമായിട്ടുള്ള ജീവിതം വേണ്ടെങ്കിലോ? പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ആകെപ്പാടെ തകർന്നു പോയി അപർണയുടെ മമ്മി. അവർക്കറിയാം തമ്പിയുടെ സ്വഭാവം എന്താന്നൊക്കെ ഉള്ളത്. പിന്നീട് കാണിക്കുന്ന അപർണയും അമലും കൂടെ ഹാളിലേക്ക് വരുവാണ്. ഈ സമയം അഭി പറഞ്ഞിതേ അമല് വന്നിട്ടുണ്ട്, അച്ഛൻ തന്നെ പറയാണ്. ഇത് കേട്ട് അമല് ചോദിച്ചു, എന്താ കാര്യം? അല്ല, ഇവൻ പറയുമായിരുന്നു നിന്നെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ടെന്ന്. ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഴയതുപോലെയല്ല, കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെന്ന് പറയാം. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ശരി, ഞാൻ വരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു, ഞാൻ അപ്പോഴും അച്ഛനോട് പറഞ്ഞില്ലേ ഇവൻ എല്ലാത്തിനോട് താല്പര്യക്കുറവാ, ഇവൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാം. ഇത് കേട്ടത് അപർണ പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ പഠിച്ച അച്ഛൻ്റെ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കമ്പനികളും കാര്യങ്ങളും നോക്കി നടത്തണം. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം അമലിനോട് അഭി പറഞ്ഞു, കേട്ടില്ലേ അവള് പറഞ്ഞത്? എടാ ഇനി നീ വീട്ടിൽ നിന്നാൽ കുറെ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറയണം. സൂര്യനാരായണൻ പറഞ്ഞു, ശരിയാ മോനെ, ഉള്ള നേരത്തെ നീ കമ്പനിയിലേക്ക് പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്റെ കാഴ്ച ഒരു തീരുമാനമാവെന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, ശരിയാ, നീ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ കമ്പനിയിലേക്ക് പോകാൻ പറയണം. ഈ സമയം അമലൊന്ന് നോക്കി. അപ്പൊ അപർണ സ്റ്റെയർ കേസിന്റെ അവിടെ നിന്ന് അമലിനെ നോക്കുന്നുണ്ടായിരുന്നു. അമലിന് മനസ്സിലായി ഇവള് മനഃപൂർവ്വം കച്ചു കെട്ടിയിരിക്കുവാണ്, തന്നെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടിട്ട്, ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് അവളുടെ തീരുമാനം അമലിന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.